ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ പലതും നേടിയവരാണ്. നമ്മളെ മനസ്സാഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ അതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നാലോചിച്ച് അതിനായി അധ്വാനിക്കുകയും സമയം നീക്കിവെക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമ്മളിൽ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച പലതും നമ്മൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ജോലി, ഒരു വാഹനം, അത്യാവശ്യം കച്ചവടമുള്ള ഒരു കച്ചവടം, ഇങ്ങനെ പലതും നമ്മൾ നേടിയിട്ടുണ്ട്. പലതും നേടാൻ സാധിക്കാതെ നിരാശയിലാണ് നമ്മളിൽ പലരും മരിക്കാറുമുള്ളത്. പക്ഷെ ഈ ലോകത്തൊരടിമക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യത്തെ പറ്റി ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഇതുപോലെ സഹാബാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ സഹാബാക്കളോട് ചോദിച്ചു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? ചിലര് പറഞ്ഞു അത് കച്ചവടമാണ് റസൂലേ. മറ്റു ചിലര് പറഞ്ഞു അത് വീടാണ് റസൂലേ. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറയുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അതൊന്നുമല്ല ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം, മറിച്ച് ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഇന്ന് നമ്മളിൽ പലരും സൂക്ഷ്മത കാണിക്കാത്തതും ആ വിഷയത്തിലാണ്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ, പള്ളിയിൽ പോകുന്ന നമസ്കരിക്കുന്ന വിഷയത്തിലും ഹജ്ജിന്റെയും ഉംറയുടെയും നോമ്പിന്റെയും ഒക്കെ കാര്യത്തിൽ ഒരുപാട് പിന്നിലായിരുന്നു മുസ്ലിം സമൂഹം. നിരന്തരമായി അവരെ പ്രബോധനം നടത്തിയപ്പോ അവരിൽ പലർക്കും നല്ല നമസ്കാരമുണ്ട്. റമദാൻ മാസം വരുമ്പോഴേക്കും അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. അവനവന്റെ സമ്പത്തിൽ നിന്ന് ആയിരങ്ങൾ മുടക്കി പലരും ഉംറക്ക് പോകാനും ഹജ്ജ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും ചിന്തിക്കാത്തൊരു മേഖല സ്വന്തം സ്വഭാവം നല്ലതാണോ എന്നത് മാത്രമാണ്. ആ സ്വഭാവമൊന്നും നന്നാക്കാൻ പലരും ശ്രമിക്കാത്തത് കൊണ്ടാ ചിലർക്ക് നിസ്കാരത്തയമ്പേയുള്ളൂ, നല്ല സ്വഭാവമല്ല. നാട്ടിലൊക്കെ ചിലരെ പറ്റിയിട്ട് പറയാറില്ലേ, ആള് നല്ല ദീനിയ, സ്വഭാവം ഒന്നിനും പറ്റൂല. ഒരിക്കൽ മഹാനായ ഒരു മനുഷ്യനോട് ഒരു ചർച്ചക്കിടയിൽ ഇന്റർവ്യൂ നടത്തുന്ന മറ്റൊരാൾ ചോദിച്ചു, താങ്കൾ മരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു പരിഹാസമായിരുന്നു ചോദ്യം. ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് പറയും ആ മഹാനായ വ്യക്തി എന്നാഗ്രഹിച്ച ഓഡിയൻസും ചോദ്യം ചോദിച്ചവരുമെല്ലാം ഒരു പരിഹാസത്തോടെ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ അദ്ദേഹം വളരെ നൈർമല്യ സ്വഭാവത്തോടുകൂടി സംസാരത്തോടെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വലിയ മിസ്സിംഗ് ആയിരിക്കും. നമ്മൾ മരിച്ചാൽ ആരുകൾക്കാ, ഏത് വ്യക്തികൾക്കാ ഒരു സങ്കടം ഉണ്ടാകുക? നമ്മുടെ സ്വഭാവം ആലോചിച്ച്, നമ്മളുടെ പെരുമാറ്റം ആലോചിച്ച്, നമ്മൾ നടത്തിയ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ നന്മയെപ്പറ്റി ചിന്തിച്ച്, ഏത് രംഗത്താ നമ്മളെ പറ്റി ഒരാൾ നല്ലത് ചിന്തിക്കുക? ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും നല്ല സ്വഭാവം ഉണ്ടാകുക എന്നതൊക്കെ വലിയ നേട്ടമായിട്ടാണ് മറ്റു ചിലർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ദീൻ പറയുന്നവരിലും പഠിക്കുന്നവരിൽ പോലും ആ സ്വഭാവ നന്മയില്ല. ദീൻ പറയുന്ന വ്യക്തികൾ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ആ ദീൻ പറച്ചിൽ ഉപയോഗിക്കുന്നു. എനിക്കേതെങ്കിലും നെറ്റ് മാർക്കറ്റിങ്ങുകളുമായി ബന്ധമുണ്ടെങ്കിൽ എന്റെ ദീൻ പറയുന്ന സൗഹൃദ വലയത്തെ ഞാൻ അതിന്റെ ഭാഗമാക്കുന്നു. മറ്റു ചില ആളുകൾ ആ ദീൻ പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് ജനങ്ങളോട് പരലോകത്തെ പറഞ്ഞ് പേടിപ്പിച്ച് ദുനിയാവ് ആ പറയുന്നവൻ വലുതാക്കുന്നു. ദീൻ പഠിക്കുന്ന ആളുകൾക്ക് പോലും ആ സ്വഭാവം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല.
ഞാൻ എല്ലാവരും അത്തരക്കാരാണ് എന്ന അർത്ഥത്തിലല്ല സൂചിപ്പിക്കുന്നത്. ആഴ്ചക്കാഴ്ചക്ക് മൗലവിമാരുടെ ഫാൻസ് നോക്കി ഓരോ ദിവസവും എവിടെയൊക്കെ ക്ലാസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മളെ പെങ്ങന്മാരെത്തും, ഭാര്യമാരെത്തും. വസ്ത്രവേഷവിധാനത്തിലൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ സ്വഭാവങ്ങളും പഠനങ്ങളും പലർക്കും ജീവിതത്തോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്നില്ല. എത്ര വെള്ളിയാഴ്ച നമ്മൾ ഖുതുബ മലയാളത്തിൽ കേട്ടു. നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷവും അതാ. ഓരോ പ്രദേശത്തുമുള്ള പോരായ്മകളെ പറ്റിയും സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ പറ്റിയും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച് 100-ലധികം 1000-ലധികം ഖുതുബ കേട്ടവരാ നമ്മളിൽ പലരും. പക്ഷേ മനസ്സുകൾ മാറുന്നില്ല. ആ മനസ്സിൽ പകയുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷവും അഹന്തയും അഹങ്കാരവുമുണ്ട്, പുച്ഛവും ഏഷണിയും പരദൂഷണങ്ങളുമുണ്ട്, കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും കൊള്ളവപ്പുകളുമുണ്ട്. ആളുകളുടെ ഇബാദത്തിന്റെ ഭംഗി അവരുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇത്തരക്കാരെ പറ്റി ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ സമൂഹം വിലയിരുത്തുക ലക്ഷണം കെട്ടവന്മാർ, അഥവാ സ്വഭാവത്തിൽ ഒരു നന്മയുമില്ലാത്ത വൃത്തികെട്ടവന്മാർ. അവരുടെ ഇബാദത്തിന് അള്ളാന്റെ അടുത്ത് പ്രത്യേകിച്ച് വിലയുണ്ടാവില്ല. സ്വഭാവം നന്നാക്കാത്തവന്റെ നമസ്കാരം കൊണ്ടോ സ്വഭാവം അവന്റെ ഇബാദത്ത് കൊണ്ടോ അള്ളാന്റെ അടുത്ത് പ്രത്യേകിച്ചൊരു നേട്ടവും അവനുണ്ടാകൂല. എന്നിട്ട് ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഇത്തരക്കാരുടെ ചില അടയാളങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം, എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കും. ഏത് വിഷയത്തിലും അയാൾ കുറ്റം കണ്ടുപിടിക്കും. നന്മയാണെന്ന് ഭൂരിപക്ഷം അംഗീകരിച്ചാലും ആ കുറ്റത്തിന്റെ ഭാഗത്ത് മാത്രം അയാൾ ചെന്നു നിൽക്കും. വ്രണപ്പെട്ട മുറിവുള്ള സ്ഥലത്ത് ഈച്ച ചെന്നിരിക്കുന്നത് പോലെ നന്മകളിൽ കുറ്റം കാണാൻ അവർ മുൻപന്തിയിലുണ്ടാകും. പരദൂഷണം പറയും. കിട്ടുന്ന നേരത്ത് മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും ചകഞ്ഞിടും. ഒരുപക്ഷെ ആ വ്യക്തി അയാൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും അയാളുടെ പച്ചയിറച്ചി തിന്നുന്നതിൽ യാതൊരു മടിയും കാണിക്കില്ല. എവിടെയോ കിടക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പച്ചയിറച്ചി തിന്നുന്ന നമ്മളെ ഡൈനിങ് ഹാളുകളുണ്ട്. സൗഹൃദങ്ങളുമായി കൂടിയിരിക്കുന്ന ബീച്ചിന്റെ അതിർവരമ്പുകളുണ്ട്. കല്യാണ വീട്ടിന്റെ പന്തലിന്റെ ചുവട്ടിൽ ആരാന്റെ പച്ചയിറച്ചി തിന്നുന്ന വ്യത്യസ്ത മേശകളുണ്ട്. ഏഷണിയും പരദൂഷണവും അവരുടെ ജീവിതത്തിൽ അവരത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കും. കുത്തുവാക്കുകൾ പറയും, ചാരപ്പണി നടത്തും, സ്വന്തം വലുപ്പത്തരം ഇടക്കിടക്ക് സ്വയം പ്രയോഗിക്കും. തറവാടിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥാനങ്ങളുടെയോ കഴിവിന്റെയോ സൗന്ദര്യത്തിന്റെയോ പേരിൽ അവർ സ്വയം ഒരു കിബറ് കഴിക്കും. എന്നിട്ട് ആ കിബറിന്റെ പേരിൽ അവർ ജീവിക്കാൻ തുടങ്ങും. അത്തരക്കാരായ ആളുകളെ മനുഷ്യർക്ക് മാത്രമല്ല അള്ളാഹുവിനും വെറുപ്പാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് അയക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. മരണത്തിന്റെ മാസങ്ങൾക്ക് മുൻപാണ് മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് അയക്കുന്നത്. യമനിൽ പോയി തൗഹീദ് പറയാൻ, അള്ളാഹുവിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും പറയാൻ കൽപ്പിച്ചതിന് ശേഷം ഒട്ടകപ്പുറത്ത് കയറുന്ന മുആദിന്റെ കാലിന്റെ തൊടഭാഗത്ത് അള്ളിപ്പിടിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലയോ മുആദ്, ഇനി ഒരു പക്ഷേ താങ്കൾ തിരിച്ചു വരുന്നത് എന്റെ കബറിന്റെ അരികിലൂടെയായിരിക്കും. ഒരുപക്ഷെ ഞാൻ മരിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ തിരിച്ചു മദീനയിലെത്തുക. അതുകൊണ്ട് മുആദ്, എന്റെ മരണശേഷവും ഇസ്ലാമിന് വളർച്ചയുണ്ടാകാനുള്ള ചില ഉപദേശങ്ങൾ ഞാൻ നിനക്ക് തരാം. ഒന്നാമത്തെ ഉപദേശം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെടണം. നീ കച്ചവടത്തിലാണോ, നീ കുടുംബത്തിലാണോ, ആരുമില്ലാത്ത രഹസ്യമായ സമയത്തും സന്ദർഭത്തിലുമാണോ, നീ അള്ളാഹുവിനെ ഭയപ്പെടണം. ജനങ്ങളോട് സംസാരിക്കുമ്പോ, അവരും കൂടെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ, ഏത് രംഗത്തും നീ ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നീ അള്ളാഹുവിനെ ഭയപ്പെടണം. ഇനി അഥവാ നിനക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് കരുതുക, ആ അബദ്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത്. നിനക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ അബദ്ധം അള്ളാന്റെ അടുത്ത് പുറത്തു കിട്ടാൻ നീ നന്മകൾ അധികരിപ്പിക്കണം. അല്ലാതെ ചെയ്തു പോയ അബദ്ധത്തിന്റെ പേരിൽ
ആരാ അത് ചെയ്യാത്തത്? ആരാ പതുന്നൊക്കെ മാറി നടക്കല്? ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിൽക്കരുത്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആദമിന്റെ മക്കൾക്ക് തെറ്റു പറ്റും. അവര് പല തെറ്റിലേക്കും പോയെന്ന് വരും. നൈമിഷികമായ ചില പ്രേരണകളിൽ അവരാ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്ന് കരുതി ആ അബദ്ധം ചെയ്തവർ അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. അതിന്റെ പേരിൽ നീ അവരെ കുറ്റപ്പെടുത്താനും പാടില്ല. അവരോട് പറയണം ആ തെറ്റ് തിരുത്താനും, എന്നിട്ട് ആ തെറ്റിന്റെ പേരിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നീ കൽപ്പിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, വഖാലിഖുൻ നാസ ബിഖുലിഖിൻ ഹസന. നീ ജനങ്ങളോട് നിന്റെ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണം, ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാകണം. കാരണം നിന്നെ നോക്കിയിട്ടാണ് അവർ ഇസ്ലാമിനെ വിലയിരുത്തുക. നീ മുസ്ലിമാണെന്ന് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിന്റെ സ്വഭാവം നന്നാവണം. ആകാശത്തുള്ള റബ്ബിനെ പറ്റി നീ പരിചയപ്പെടുത്തുമ്പോ ആ റബ്ബ് കാണുന്നു എന്ന കോലത്തിൽ ജീവിക്കാത്തവനാണ് നീയെങ്കിൽ പിന്നെ നീ പറയുന്ന വഴകൊണ്ടും പ്രഭാഷണം കൊണ്ടും പ്രത്യേകിച്ച് നേട്ടമുണ്ടാവൂല മുആദ്. നീ ജനങ്ങളോട് കാണിക്കുന്ന സ്വഭാവമാണ് എന്റെ മതം ജനങ്ങൾ സ്വീകരിക്കാനുള്ള, അവർക്ക് താല്പര്യം തോന്നാനുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുപോലും അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. തിരുമേനിയോട് തിരുദൂതൻ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, വലൗ കുൻത ഫളൻ വലീലൽ ഖൽബി. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയും ജനങ്ങളെ വെറുപ്പിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമ, അല്ലെങ്കിൽ ഒരു ദുഷിച്ച മനസ്സിന്റെ ഉടമയും കടുത്ത മനസ്സിന്റെ ഉടമയുമായിരുന്നു താങ്കളെങ്കിൽ, ലൻ ഫളൂ മിൻ ഹൗലിക, ഒരാൾ പോലും എന്റെ കൂടെ നിൽക്കൂല, ഒരു വ്യക്തി പോലും താങ്കളുടെ ചുറ്റും ഉണ്ടാവൂല. അതുകൊണ്ട് തിരുദൂതരെ, പരുഷ സ്വഭാവവും മോശപ്പെട്ട കൽബും ആ മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമായത്. നമ്മുടെ നമസ്കാരം ഭംഗിയ, നോമ്പ് പലർക്കും ഭംഗിയ, കൊടുക്കാനുള്ള വിഷയത്തിലും നമ്മൾ മുൻപന്തിയില്ല. പക്ഷേ ഈ പറയപ്പെട്ട പല മോശം സ്വഭാവങ്ങളും നമ്മളിൽ പലർക്കുമുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം, വാത്തുറന്നുള്ള ദേഷ്യപ്പെട്ട സംസാരം, ആളുകളോട് ഇടപെടുമ്പോഴുള്ള വലുപ്പച്ചെറുപ്പത്തിന്റെ അളവ്, ആളും തരവും പണവും നോക്കിയുള്ള ബന്ധം സ്ഥാപിക്കലുകൾ, ഇതൊക്കെ ചിലരുടെ ജീവിതത്തിലുണ്ട്. അവരിടപെടുന്ന സാമ്പത്തിക രംഗത്തുണ്ട്. ഓനൊക്കെ വലിയ മുസ്ലിമാണോലെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു കച്ചവടാകുമ്പോ അതിനൊരു നേരും നെറിയൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ അങ്ങനത്തെ ചില വിഷയത്തിലൊക്കെ ഇടപെടുമ്പോ ആ സ്വഭാവം ഓൻ കാണിക്കണ്ടേ? കുറെ നിസ്കാരം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഒരുപാട് ദിവസം സുന്നത്ത് നോമ്പ് വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവന്റെ സ്വഭാവം നന്നാവണ്ടേ എന്നൊക്കെ ചിലരെ പറ്റി പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചു, സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തഖ്വ, അത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. രണ്ട് ഖുലുഖിൽ ഹുസ്ന, സൽസ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാണ്. കാരണം നല്ലൊരു സ്വഭാവം അതൊരു പുണ്യമായി രേഖപ്പെടുത്തും. എനിക്ക് സൽസ്വഭാവമുണ്ടെങ്കിൽ ഓരോ മിനിറ്റും ഞാൻ അള്ളാഹുവിന്റെ പുണ്യത്തിൽ എഴുതപ്പെടും. എന്റെ ആ സ്വഭാവം എന്നിലുള്ള കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അനിൽ ബിർറ്, എന്താണ് പുണ്യം? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി, പുണ്യം എന്നാൽ അത് സൽസ്വഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇടപെടുന്ന ഏത് രംഗത്തും. പക്ഷെ ഇന്ന് ചിലരുണ്ട്, അവനവന് താല്പര്യമുള്ള വ്യക്തിയോട് നല്ല സ്വഭാവം കാണിക്കും. നമുക്ക് ഭരിക്കാൻ പറ്റുന്നവരും ദേഷ്യപ്പെടാൻ പറ്റുന്നവരുമാണെങ്കിൽ അവരോട് ആ സ്വഭാവം കാണിക്കും. അത്യാവശ്യം ഞാൻ ഇഷ്ടപ്പെടുന്ന തറവാട്ടുകാരനാണോ, നല്ല ലോക്യവും നല്ല ഇടപെടലുമായിരിക്കും. എന്നാൽ എനിക്ക് ഭരിക്കാൻ പറ്റുന്ന കഴിവില്ലാത്തവനാണോ, ചിലരുടെ സ്വഭാവം പെട്ടെന്ന് മാറും. നാട്ടിൽ കസ്റ്റമറോട് നല്ല സ്വഭാവം, വീട്ടിലെത്തിയ പെണ്ണുങ്ങളോട് ചാടിക്കടിക്കുന്ന സ്വഭാവം, ഇങ്ങനെ പല സ്വഭാവ വൈകൃതങ്ങളും നമ്മളിലുണ്ടെങ്കിൽ ആ സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും അള്ളാന്റെ അടുത്തൊരു നല്ല വിശ്വാസിയാവാൻ സാധിക്കില്ല. മറിച്ച് ജനങ്ങൾ നിങ്ങളെ അകറ്റുകയേയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. അഹങ്കാരമോ അഹന്തയോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല. ഇന്നൊന്ന് ചിരിക്കാൻ പോലും ചിലർക്ക് മടിയ. ഈ ദുനിയാവിന്റെ മുകളിൽ ആരോടോ വാശിയും വീറും ദേഷ്യവും മുഖത്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഒന്നും മനസ്സറിഞ്ഞ് ചിരിച്ചാൽ തീരാവുന്ന പല വിഷയങ്ങൾക്കും ആ മുഖത്തുള്ള മാംസപേശികളൊന്ന് വിടർത്താൻ പോലും മനസ്സിന്റെ കുശുമ്പ് സമ്മതിക്കാത്തവർ, അതിന്റെ പേരിൽ അതിന്റെ പകയും വെറുപ്പും മനസ്സ് കൊണ്ടെടുക്കുന്നവർ,
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പുഞ്ചിരി സ്വതക്കയാ. ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിലമതിക്കാനാത്ത ദാനമാണത്. അയാൾ ഒരുപാട് സങ്കടത്തിലായിരിക്കും, നിങ്ങളെ ഒരു ചിരി അയാളുടെ ഹൃദയത്തിനൊരു ആശ്വാസം ഉണ്ടാക്കും. ഒരുപക്ഷെ അയാൾ ഒരുപാട് ദുരിതത്തിലാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചേർത്ത് പിടിക്കലുകൾ, ഒരു നല്ല സംസാരം അയാളുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസം നൽകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും പുഞ്ചിരി പോലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് സ്വതക്കയാക്കപ്പെടും. ഇത് ദീന് കൂടിപ്പോയവർക്ക് ചിലർക്ക് ചിരിക്കാനൊക്കെ മടിയുള്ളൊരു കാലഘട്ടമാ. ആരോടും മിണ്ടാതെ മുഖത്ത് ഗൗരവം ബാധിച്ച് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഇല്ലാത്തവരോട് ഉള്ളിൽ വെറുപ്പ് മുഖത്ത് പ്രകടിപ്പിച്ച് പരസ്പരം മുസ്ലിമീങ്ങൾ പോലും ഒന്ന് ചിരിക്കാൻ മടി കാണിക്കുന്ന കാലഘട്ടം. ചിരിച്ചാൽ ഒരു കുറവും വരില്ലെന്ന് ബോധ്യമുണ്ടായിട്ടും അതിനു പോലും ഒരു കുറവ് വരുത്തുന്നവർ, അത്തരക്കാരായ ആളുകളോട് ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു തആല മനുഷ്യന്റെ സ്വഭാവത്തെ അളന്ന് തിട്ടപ്പെടുത്തി പറയുന്നുണ്ട്. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ 114 സൂറത്തുകളിലായി 6000-ൽ പരം വരുന്ന ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ വിശുദ്ധ ഖുർആനിൽ 28 സ്ഥലങ്ങളിൽ മാത്രമാണ് അള്ളാഹു ഇബാദത്തിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത്. ബാക്കി മുഴുവൻ സ്ഥലത്തും അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റിയാ, ആ സ്വഭാവങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ പറ്റിയാ, ഇടപെടലുകളിൽ ഉണ്ടാകേണ്ട സത്യസന്ധതയെ പറ്റിയാ, കുടുംബത്തിൽ കാണിക്കേണ്ട സ്വഭാവ നന്മയെക്കുറിച്ച. അള്ളാഹുവിന്റെ തിരുദൂതന് വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പഠിപ്പിച്ചു. വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, നീ ജനങ്ങളോട് മുഖം ചുളിച്ച് സംസാരിക്കരുത്. പണ്ഡിതന്മാർ അതിന് വിശദീകരണം കൊടുത്തു. മുഖം ചുളിച്ച് സംസാരിക്കുക എന്നുള്ളത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ചിലരോട് മിണ്ടാൻ വലിയ താല്പര്യമല്ല, നമ്മളെ സ്റ്റാറ്റസിന് പറ്റിയോനല്ല, അതുകൊണ്ട് ആളും തരവും നോക്കി നിങ്ങൾ സംസാരിക്കാൻ മെനക്കെടരുത്. കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരുപോലെ കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വികലാംഗനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെയും വികലാംഗത്വമില്ലാത്ത സിദ്ദീഖുൽ അക്ബറിനെയും ഒരേപോലെ കണ്ട പ്രവാചകന്റെ അനുയായികളാണെങ്കിൽ ദുനിയാവിൽ അല്ലാഹ് കൊടുത്ത എന്തെങ്കിലും ചില കുറവിന്റെ പേരിലോ എന്തെങ്കിലും പരീക്ഷണത്തിന്റെ പേരിലോ നിങ്ങളൊരു സ്വഭാവക്കുറവ് നിങ്ങൾ കാണിക്കരുത്. പലരും അത് പല സ്ഥലത്ത് വെച്ചും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റബ്ബ് പഠിപ്പിച്ചതും വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, നീ ജനങ്ങളോടൊരു പുച്ഛ മനസ്സോടെ മുഖം കോട്ടി ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു മുഖഭാവം പോലും നിന്റെ മുഖത്തുണ്ടാവാൻ പാടില്ല. ആ മുഖഭാവത്ത് നീ ഒന്ന് വിടർത്തിയാൽ ഒരു പുഞ്ചിരി വരുമെങ്കിൽ നിനക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് നീ കൊടുത്ത കോടികളുടെ ദാനമായി അല്ലാഹ് നിനക്കായി രേഖപ്പെടുത്തും. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, ഇനി അതല്ല, ഈ ഭൂമിക്ക് മുകളിൽ ആ അഹങ്കാരത്തോടെയാണ് നീ നടക്കുന്നതെങ്കിൽ അല്ലാഹ് നിന്നെ വെല്ലുവിളിക്കുന്നു. വലാ തംശി ഫിൽ അർളി മർഹാ, നീ നിന്നെ പറ്റി ചിന്തിച്ചാൽ ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ ഭൂമിക്ക് മേലെ നെഞ്ചും വിരിച്ച് നടക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അഹങ്കാരത്തോടെ നടക്കാൻ നിനക്ക് പറ്റില്ല. എന്താ കാരണം എന്നറിയോ? ആ പറമ്പാണ് നിന്റെ അഹങ്കാരമെങ്കിൽ, കെട്ടി നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളാണ് നിന്റെ അഹങ്കാരമെങ്കിൽ, മാസത്തിൽ ലക്ഷങ്ങൾ വാടക കിട്ടുന്ന ബിൽഡിംഗ് ആണ് നിന്റെ അഹങ്കാരമെങ്കിൽ, വിറ്റുവരവിന്റെ കോടികളാണ് നിന്റെ അഹങ്കാരമെങ്കിൽ അല്ലാഹ് നിന്നെ വെല്ലുവിളിക്കുന്നു. ഇന്നക ലൻ തഹ്രികൽ അർള, അല്ലാഹുവിന്റെ ഭൂമിയെ നീ ഒന്ന് ചെറുതായിട്ട് പടർത്തണം. അല്ലാഹ് പടർത്തിയതുപോലെ ആ ഭൂമിയിൽ ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിടുമ്പോ ദിവസങ്ങൾക്കുള്ളിൽ ആ മാങ്ങ അണ്ടിയുടെ അരികിൽ നിന്നും ഒരു ചെറിയ നേർത്ത തണ്ട് മുകളിലേക്ക് പൊങ്ങി വരും. ഈ ഭൂമിയെ പടർത്തിക്കൊണ്ട് മുകളിലേക്ക് വരും. ആ മുളച്ചു വന്ന മാങ്ങയുടെ അണ്ടിയുടെ തണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് അതേ മാങ്ങ അണ്ടിയുടെ അടുത്തേക്ക് കുത്തിത്താഴ്ത്താൻ അല്ലാഹ് നിന്നെ വെല്ലുവിളിക്കുന്നു. ഒരു പൊടിയും പൊടിഞ്ഞു പോകാതെ, ആ തണ്ടിനൊരു പോറലും ഏൽപ്പിക്കാതെ ഭൂമി പടർത്തി ആ മാങ്ങ അണ്ടിയിലേക്ക് ഇറക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അത് എന്റെ പറമ്പ് 10 ഏക്കർ എടുത്തോ, അല്ലെങ്കിൽ ഈ എന്റെ ബിൽഡിങ്ങിന്റെ മുഴുവൻ സമ്പത്തും എടുത്തോ? അല്ലാഹ് വെല്ലുവിളിക്കുന്നു. അല്ലാഹുവിന്റെ ദുനിയാവൊന്ന് പടർത്തി ആ ഭൂമിക്കുള്ളിൽ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ. ഇന്നക ലൻ തഹ്രികൽ അർള, ആ ഭൂമി പടർത്താൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ. ഇനി അതല്ല, നാട്ടുകാരെ കാണിക്കാൻ ഞാൻ എന്തോ സംഭവ എന്ന അഹങ്കാരത്തിന്റെ നെഞ്ചുവിരിക്കലും തല പൊന്തിക്കലുമാണ് നിന്റെ അഹങ്കാരമെങ്കിൽ അല്ലാഹ് നിന്നെ വെല്ലുവിളിക്കുന്നു. വലൻ തബ്ലുഗൽ ജിബാല തൂല, അല്ലാഹുവിന്റെ മലയുണ്ടവിടെ, റബ്ബിന്റെ പർവ്വതങ്ങളുണ്ടവിടെ. ഭൂമി കാണിയായി സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മലകൾ, ആ പർവ്വതങ്ങൾക്കനുസരിച്ച് എനക്കൊന്ന് തല പൊന്തിക്കാൻ പറ്റുമോ? ഒന്ന് നെഞ്ചുവിരിക്കാൻ പറ്റുമോ? എത്ര രസകരമായിട്ടാ നമ്മളെ നിസാരത, സ്വഭാവത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത
ഒരു അടയാളത്തെ പറ്റി അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ഒരിക്കലും നിങ്ങൾ മറ്റൊരാളോട് ദുനിയാവിൽ അള്ളാഹ് നൽകിയതിന്റെയും നൽകാത്തതിന്റെയും പേരിൽ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കരുത്. അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ളാഹു തിരുദൂതനോട് പോലും ഓർമ്മപ്പെടുത്തിയത് അലം നശ്റഹ്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളെ ജനത ആദരിക്കാനുള്ള കാരണം നിങ്ങളുടെ ആ സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമസ്കാരം, നോമ്പ് ഇതൊക്കെ ഭംഗിയാക്കുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നിരുന്ന് ആലോചിക്കണം. അത് തിരിച്ചറിഞ്ഞ് തിരുത്തൽ നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് മറ്റൊരു രാജ്യമായ ഷാമിൽ നിന്നും ഒരു ശത്രു മദീനയിൽ വന്ന് ചോദിച്ചു, എവിടെ ഉമർ? ഉമർ റളിയല്ലാഹു അൻഹു അപ്പോ മദീനത്തെ പള്ളിയുടെ താഴെയുള്ള ഈത്തപ്പനയുടെ ചുവട്ടിൽ അർദ്ധനഗ്നനായി വയർപ്പിൽ കുളിച്ച് കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് തട്ടി വിളിച്ച് ചോദിച്ചു, താങ്കളാണോ അമീറുൽ മുഅ്മിനീൻ? മക്കയും മദീനയും അടക്കം 21 രാജ്യങ്ങൾ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന കാലഘട്ടമാണത്. ഒരു രാജ്യമല്ല, 21 രാജ്യം ഏകോപിപ്പിച്ച് ഭരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ തട്ടി വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളാണോ ആ ഉമർ? താങ്കളുടെ കൊട്ടാരം എവിടെ? താങ്കളുടെ വീടെവിടെ? അത്ഭുതത്തോടെ ആ മനുഷ്യൻ ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ കുടിലാണ് ആ കാണുന്നത്. എന്റെ കിടത്തം പലപ്പോഴും പകല് ഈ മരത്തിന്റെ ചുവട്ടിലാണ്. അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, ഉമർ, താങ്കളുടെ രാജ്യത്തിന്റെ 1% പോലും ഇല്ലാത്ത എന്റെ രാജ്യത്തെ ഭരണാധികാരികൾ സപ്രപഞ്ച കട്ടിലിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ജീവിക്കുമ്പോ താങ്കൾക്ക് എങ്ങനെ പറ്റുന്നു ഉമർ ഇത്ര നിർഭയത്വത്തോടെ കിടക്കാൻ? ഉമർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ഒരാളുടേതും അപഹരിച്ചിട്ടില്ല, ഞാൻ ഒരാളോടും വേർതിരിവ് കാണിച്ചിട്ടില്ല, ഒരാളോടും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയല്ലാതെ. അതുകൊണ്ട് തന്നെ എനിക്കുറപ്പാ, എന്റെ സ്വഭാവത്തിന്റെ പേരിൽ ഒരാളും എന്റെ നേരെ വാളോങ്ങില്ല, എന്നെ ഹനിക്കില്ല, എന്നെ കൊല്ലില്ല. എന്റെ സ്വഭാവത്തിന്റെ പേരിൽ ഒരാളും എനിക്കെതിരെ തിരിയില്ല. അതാണ് മനുഷ്യരെ ഏറ്റവും വലിയ സമ്പാദ്യം. മരിക്കാൻ നേരത്ത് മക്കളെ കെട്ടിച്ചു, കൊട്ടാരുണ്ടാക്കി, പൊരണ്ടാക്കി, വണ്ടി വാങ്ങി എന്നതല്ല സന്തോഷം. എന്നെ കൊണ്ടൊരാക്കുന്റെ സ്വഭാവത്തിൽ ഒരു കുറവില്ല, ഒരു പ്രയാസം ഞാൻ വരുത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാ ഏറ്റവും വലിയ സമ്പാദ്യം. ആ സ്വഭാവ നന്മക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നേടാൻ വേണ്ടി പണിയെടുക്കണം. അത്തരത്തിലുള്ള സൽസ്വഭാവികളായി മാറാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും ഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പുറത്തിറങ്ങാനും ആഘോഷിക്കാനും എന്തുണ്ട് പുതിയ പുതിയ കാരണങ്ങൾ എന്നന്വേഷിക്കുന്ന ഒരു തലമുറയാണ്, കാലമാണ് കൺമുൻപിലുള്ളത്. പണ്ട് കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത പല ആഘോഷങ്ങളും ഇന്ന് നമ്മൾക്കിടയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്, കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്റ്റിന്റെ ഉൽപാദകരും ഏറ്റെടുക്കുന്നവരും ആഴ്ചയിൽ മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്നാണ്. ഒരു വലിയ ലോകത്തെ മാറ്റിമറിക്കാനുള്ള വേദഗ്രന്ഥം കിട്ടിയ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് എന്നുള്ളത് ഏറെ ഖേദകരവും സങ്കടകരവുമായ ഒരു കാലഘട്ടമാണ് കൺമുൻപിൽ. ഇസ്ലാമിന്റെ പവിത്രത ചിലർക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടില്ല. നമ്മൾ എങ്ങനെ മുസ്ലിമീങ്ങളായി? ആ ഇസ്ലാമിൽ നമ്മളെ ജനിപ്പിച്ച അള്ളാഹുവിനോട് നമുക്കുള്ള കടമയെന്ത്? നമ്മളെങ്ങാനും ഒരു അമുസ്ലിം കുടുംബത്തിലായിരുന്നെങ്കിൽ പിന്നീട് ഇസ്ലാമിനെ പറ്റി പഠിച്ചു മാറി അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുന്ന അത്രയും ത്യാഗം അള്ളാഹ് നമുക്ക് വരുത്താതിരിക്കാനുള്ള കാരണം നമ്മളെ അള്ളാഹ് അത്രമാത്രം ഇസ്ലാമിന്റെ ആളുകളായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാ ഒരു മുസ്ലിമായ ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളായി എന്നെയും നിങ്ങളെയും അള്ളാഹ് പടച്ചത്. പക്ഷെ ചില മക്കൾക്ക് അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് ആ സ്വയം വില പോലും ഇന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ മുസ്ലിം സമുദായത്തിന് സ്വയമായി ഉണ്ടാകേണ്ട തീരുമാനങ്ങളും നിലപാടുകളും
ചിലർക്കൊരു വിഷയത്തിലും എടുക്കാൻ പറ്റുന്നില്ല. ഓണമാണോ അതും വേണം, ക്രിസ്തുമസ് ആണോ അതും വേണം, ഹാപ്പി ന്യൂ ഇയർ ആണോ അതിനും പടകം പൊട്ടിക്കണം, അല്ലെങ്കിൽ എവിടെങ്കിലും കാത്തിരുന്നിട്ട് വെള്ളടിക്കണം. ഏത് സമുദായത്തിന്റെയും ആഘോഷങ്ങൾ കയറിയിടുന്ന ഒരു ചണ്ടിയായി ഇസ്ലാമിനെ ചിലർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടു കൂടി രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് 20 വയസ്സ് മാത്രമുള്ള 2 ചെറുപ്പക്കാര് വാട്സപ്പിന്റെ ഒരു കൂട്ടായ്മ തുടങ്ങി. പല വിദ്യാലയത്തിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളെ അവരതിലേക്ക് ആഡ് ചെയ്യാൻ, കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമം നടത്തി. ഭൂരിപക്ഷം ആളുകളും അതിന്റെ ഭാഗമായി. അവർ പ്രഖ്യാപിച്ച ആദ്യത്തെ ആഘോഷം ക്രിസ്തുമസിന്റെ ഭാഗമായി രാത്രി ഇന്ന ഹോട്ടലിൽ വെച്ച് ഇന്ന രീതിയിലുള്ള ഒരു ആഘോഷം ഉണ്ടാകും. പണ്ടുകാലത്തൊക്കെ അമേരിക്കൻ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടിരുന്ന പബ്ബിംഗ് സമ്പ്രദായം ഉണ്ടല്ലോ, പമ്പുകൾ. ആണും പെണ്ണും കൂടിക്കലർന്ന് കേക്ക് മുറിച്ച് വെള്ളടിച്ച് അതിന്റെ പിന്നിലൂടെ ഇനി എന്തൊക്കെ വരാനുണ്ട് എന്ന് കണ്ടറിയണം. അതിന്റെ ഭാഗം നമ്മളിൽ പല മക്കളുമാ. ആ ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടി ഫോണ് കൈമക്കൊടുത്ത് മക്കളുടെ വിദ്യാഭ്യാസം മാത്രം സ്വപ്നം കാണുന്ന പല വാപ്പാർക്കുമാർക്കും അറിയൂല മക്കൾ ഏത് ഗ്രൂപ്പിലാ ജോയിൻ ചെയ്തതെന്ന്. പണമുണ്ടാക്കിയ സ്ഥലത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാ. പണം കിട്ടാതാകുമ്പോ മാല പൊട്ടിക്കുന്ന മക്കൾ കൂടുകയാ. ആരാന്റെ മുതൽ കട്ടെടുത്തുണ്ടോകാൻ, വാഹനം പോലും മോഷ്ടിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് മക്കൾ മാറി. എന്തിന്റെ പേരിൽ? ജീവിതം ആഘോഷിക്കണം, ആസ്വദിക്കണം എന്ന ദുഷ്ടചിന്ത മക്കളുടെ തലച്ചോറിൽ കൊത്തിവെക്കുന്ന നിരീശ്വരവാദികളും മത നിഷേധികളും സമൂഹത്തിൽ വർദ്ധിച്ചു വന്നപ്പോ അതിന്റെ അടയാളങ്ങളാണ് നമ്മളെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അറിവുകൾ എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ഒരു മലയാളത്തിലെ വാക്ക് പോലും കേൾക്കാത്ത കുടുംബങ്ങളോ, ഒരു മലയാളത്തിലുള്ള പ്രസംഗം പോലും കേൾക്കാത്ത ഉമ്മമാരും വാപ്പാരും. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയം സാമൂഹിക വിഷയമായി കണ്ട് അതിനെതിരെ പ്രതികരിക്കാനും സംഘടിക്കാനും ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് സാധിക്കണം. പലരും ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമായ തെക്കേപ്പുറത്തിന്റെ ഭാഗത്താണെങ്കിൽ അവിടെ സുന്നി മുജാഹിദീങ്ങളുടെ വ്യത്യാസമല്ല, നമ്മുടെ മക്കൾ നമ്മുടെ നാട് എന്നുള്ള ചിന്തയോടുകൂടി ആ വിഷയത്തിൽ ഇടപെടാനും പ്രതിരോധിക്കാനും ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. നാളെ അവരത് ഇസ്ലാമിന്റെ ഭാഗമായി കൊണ്ടുവരുമ്പോ, ഇസ്ലാമിലേക്ക് അതിന്റെ ചില വശങ്ങൾ അവർ ചേർക്കുമ്പോ അവർക്ക് പോലും നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റൂല ആരൊക്കെയപ്പോ കൂട്ടത്തിൽ മുസ്ലിങ്ങള്, ആരൊക്കെയപ്പോ യാതൊരു കഥയില്ലാണ്ട് സർവ്വതും വായിലിട്ട് സർവ്വതും തലേ കൊണ്ട് അടക്കുന്നവര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കോലത്തിലേക്ക് എത്തും. എന്തേ അതിന് പോയാൽ, എന്താ അത് ആഘോഷിച്ചാൽ, എന്താ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കേക്ക് തിന്നാൽ എന്ന് ചോദിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നാവും ഇസ്ലാമും താഴ്ത്തി വെക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വിദൂരമല്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 ആഘോഷങ്ങളേ ഉള്ളൂ. അത് ചെറിയ പെരുന്നാളും ബലിപെരുന്നാളുമാണ്. യേശുക്രിസ്തുവിന്റെ ജനനവും പുൽവേടും കന്യാമറിയവും. അതിന്റെ മറ്റൊരു പതിപ്പ് ഈസാ നബിയും മറിയം ബീവിയും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഈസാ നബി അന്ന് വന്നു, പിന്നെ കുരിശിലേറ്റപ്പെട്ടു, എല്ലാവരുടെ പാപങ്ങളും ഏറ്റെടുത്ത് അദ്ദേഹം അങ്ങ് മടങ്ങി എന്ന വിശ്വാസം ഒരു മുസ്ലിമിന് പാടില്ല. ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആശംസകൾ അർപ്പിക്കാൻ പോലും ഒരു മുസ്ലിം സമൂഹത്തിന് ചേർന്നതല്ല. മറിച്ച് നല്ല നിലക്ക് ബോധ്യപ്പെടണം എന്താണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം. ആ തിരിച്ചറിവിലൂടെ സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ യുവാക്കൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ആശയത്തെയും ഇസ്ലാമിനെയും നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഓരോ ആഘോഷപ്രേമികളുമായ യുവാക്കളും കുടുംബങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. അതിന്ന് നമ്മൾ അതിന്റെ ദുരിതം അറിയുന്നില്ലെങ്കിലും നാളെ നമ്മളെ ഒരു തലമുറ എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുമ്പോ ഇസ്ലാമിനെ ചൂണ്ടിക്കാണിക്കാൻ മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്ന ഗതികേട് വന്നാൽ അതിന് നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ് എന്ന തിരിച്ചറിവോടെ ആ വിഷയത്തിൽ ജാഗ്രത കാണിക്കണം. തടയാൻ പറ്റേണ്ടിടത്ത് തടയണം, പൂട്ടിയിടാൻ പറ്റേണ്ടിടത്ത് പൂട്ടിയിടുന്ന രക്ഷിതാക്കളാവണം. അതാ പ്രതിരോധം. അതല്ലാതെ ചോദിക്കുന്നതിന് ആയിരങ്ങൾ വാരിക്കൊടുത്ത് എനിക്കില്ലാത്തൊരു കാലത്ത് മക്കൾ ഇപ്പൊ ആഘോഷിക്കുകയാണെങ്കിൽ ആഘോഷിക്കട്ടെ എന്ന ചിന്താഗതികളല്ല നന്മ. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ വിഷയത്തിലും മക്കളെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല. നന്മയിൽ അവരെ പിന്തുണയ്ക്കണം, സദാചാര ബോധത്തിൽ അവരുടെ കൂടെ നിൽക്കണം. അസാൻമാർഗിക പ്രവണതകളിൽ തടയാനുള്ള കെൽപ്പെങ്കിലും കയ്യിന്റെ ജനിപ്പിച്ച പവറിന് കാണിക്കാൻ പറ്റണം. അതാണ് ഇസ്ലാം. അങ്ങനെയാ ഇസ്ലാം ലോകത്ത് നമ്മൾ പ്രചരിപ്പിച്ചതും. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക്
മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് നാഥ. എല്ലാ പ്രയാസപ്പെടുന്ന രോഗികൾക്കും അവരുടെ അസുഖം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണമേ. നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, നാളെ നിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഒരു നല്ല മുസ്ലിമായി മുഅ്മിനായി സ്വഭാവത്തിനുടമയായി ജീവിച്ചു മരിക്കാൻ ഞങ്ങളിൽ എന്ത് മാറ്റമാണോ റബ്ബേ നീ നൽകുന്നത്, ആ മാറ്റം നന്മയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് നാഥ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും അല്ലാഹുവേ, ഓരോരുത്തരുടെയും അസുഖം നീ ശിഫാക്കി നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു മുട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.